ഹലോ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഇങ്ങെത്തി. അപ്പോൾ അതിൻ്റെ ഫെബ്രുവരി 25 ഡേറ്റ് എന്നൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കതിലെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒന്ന് നോക്കാം. അതിലാദ്യത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റാണ്. സീക്രട്ട് ഏജൻറ്റ് എനിക്ക് പേഴ്സണലി സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസ് സീസൺ 6 വരണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. കാരണം കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സീക്രട്ട് ഏജൻറ്റിൻ്റെ പലതരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് നമ്മൾ കാണുന്നതാണ്. പക്ഷേ റിയൽ ലൈഫിലുള്ള സീക്രട്ട് ഏജൻറ്റ് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ കുറേ തഗ്ലീഫൊക്കെ അടിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ തഗ്ലീഫ് അടിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് നമ്മുടെ ചാലുപ്പയാട് ചേട്ടൻ. അപ്പോൾ ചാലു ചേട്ടനും വരാൻ നല്ല സാധ്യതയുണ്ട്. എന്തായാലും ഇപ്രാവശ്യം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പോയ ആൾക്കാരാണ് ഇവരൊക്കെ. അതുപോലെ കുറേ കോൺട്രവേഴ്സികൾ ഈ അടുത്തായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ കോൺട്രവേഴ്സികളിലൊക്കെ ഉൾപ്പെട്ട ഒരാളാണ് അസ്ല മാർലി, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അജിൻ വർഗീസ്, ഇവർ ഈ ഒരു ആങ്കറാണ്. അപ്പോൾ ആ ഒരു ചാൻസ് ഉള്ള ഒരാളാണ് മല്ലു ചേടി. അതുപോലെ തന്നെ നല്ല ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഫെമിനിസ്റ്റുകളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീലക്ഷ്മി അറക്കൽ. അതുപോലെ പ്രവീൺ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരാളാണ്. ക്രിസ്റ്റി സെബാസ്റ്റ്യനാണ് അടുത്തത്. ക്രിസ്റ്റി സെബാസ്റ്റ്യൻ കുറച്ച് സിനിമകളിലൊക്കെ ഇപ്പം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റിവ്യൂർ, നമ്മളെ കൊടുത്തുന്ന ഒരാൾ റിവ്യൂറായിട്ട് നമ്മുടെ രേവതി, ബിഗ് ബോസ് രേവതി പോകാനുള്ള ചാൻസ് ഉണ്ട്. വിളിച്ചു എന്നാണ് അറിഞ്ഞത്. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കി അമയ, റിയ, ഹെൽദി, ഷാദിയ. അപ്പോൾ ഇവരൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീരിയലിലൊക്കെയുള്ള ഷിജോ ജോണാണ് മറ്റൊരാൾ. അതുപോലെ തന്നെ റൈഡർ ഗേൾ എന്നറിയപ്പെടുന്ന അനീഷയാണ്. അതുപോലെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ, ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ പെൺകുട്ടികൾ ഫാൻസ് ഉള്ള ഒരാൾ തന്നെയാണ്. ഒരു ജിമ്മം കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ അനീഷയുടെ തലമുറയായിട്ട് പിന്തുടർച്ചയായിട്ട് വരാൻ സാഹചര്യമുള്ള ഒരാളാണ് അൻഷിത. അതുപോലെ നമ്മുടെ മിസ്സിസ് തൊപ്പിയുമാണ്. വിളി വന്നിട്ടുണ്ടെന്ന് ഓൾറെഡി തൊപ്പി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോകുമോ ഇല്ലയെന്ന് നമുക്ക് കാണാം. എന്തായാലും അവർ ഓപ്പണായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് പോകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാരും. ഇവരൊക്കെ അത്യാവശ്യം ബിഗ് ബോസ് വിളിച്ച ആൾക്കാർ തന്നെയാണ്. ഇതുകൂടാതെ കുറച്ച് പേരെയും കൂടി വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഇതിൽ ഓൾമോസ്റ്റ് അത്യാവശ്യം നമ്മൾ ഇട്ട പ്രഡിക്ഷൻ ലിസ്റ്റിൽ എന്തായാലും ഈ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്.